രാത്രി മീൻ കൊണ്ടുവന്നാൽ ദേഷ്യം പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ദേഷ്യം പിടിച്ചിട്ടും കാര്യമില്ല കേട്ടോ. കാരണം കറി വയ്ക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഏട്ടൻ വരുന്നവരെ കാത്തു നിന്നിട്ടോ മീനായിട്ട് വരാൻ വേണ്ടി. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഗ്യാസ് തീർന്നിറക്കുക. അപ്പോൾ പിന്നെ അടുപ്പ് തന്നെയേ നിവർത്തിയുള്ളൂ. അതും പുറത്ത് തടുപ്പാണ്, അകത്ത് അടുപ്പില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി കത്തിക്കണം. എന്നാലും വേണ്ടിയില്ല, മീൻ കിട്ടിയ സന്തോഷത്തിലാട്ടോ ഞാൻ. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോറിന് മീനൊക്കെ വേണം, എന്നാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ മീനൊക്കെ ഇങ്ങോട്ട് നന്നാക്കി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല ഇരിടാ, കാരണം വെളിച്ചമൊന്നുമില്ല, ബൾബ് പുറത്തേക്കില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഇടാം. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഫ്ലാഷൊക്കെ അടിച്ച് ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ കണ്ടില്ലേ, ഇത് അടുപ്പ് കത്തിക്കണം. ഒരുപാട് വിറകും കാര്യമൊന്നുമില്ല, ഓലക്കണ്ണിയും ചകിരിയൊക്കെ തന്നെയുള്ളൂ. അതൊക്കെ വെച്ചിട്ട് വേണം കത്തിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കുന്ന കണ്ടിട്ട് അച്ഛൻ വല്ല വന്നീന് കേട്ടോ. എനിക്ക് മണ്ണെണ്ണയൊക്കെ എടുത്തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആഡ് ചെയ്തില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു തോന്നുന്നു. കാരണം പൊതുവേ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അമ്മേനെക്കാട്ടിൽ അച്ഛനാണ് വരാറ്. ആരൊക്കെ വീട്ടിൽ അങ്ങനെ അമ്മായിച്ചന്മാർ കൂടുതൽ ഹെൽപ്പിങ്ങിനായിട്ട് വരാറുണ്ട്. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയത് ഇവിടെ. അങ്ങനെ അച്ഛൻ വന്ന് അതൊക്കെ എടുത്ത് തന്നിട്ട് അച്ഛൻ പോയിട്ടോ. ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. അങ്ങനെ പിന്നെ ഞാൻ ബാക്കി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏട്ടൻ വന്നിട്ടോ. ഏട്ടൻ അതുവരെ ഫോണിലായിരുന്നു. പിന്നെ ആൾ പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ആൾ കത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഇങ്ങനെ വെച്ചുണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റെ ഏട്ടൻ എനിക്ക് ഭയങ്കര ഹെൽപ്പാട്ടോ. കണ്ടില്ലേ, പിന്നെ ബാക്കി ആളങ്ങോട്ട് സെറ്റാക്കും എന്ന് പറഞ്ഞ് പിന്നെ ഞാനും കൂടെ കത്തിച്ച് കൊടുത്തിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ. ഞങ്ങൾ രണ്ടാം കൂടെയുള്ള കുക്കിംഗ് എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ കുക്ക് ചെയ്യാൻ രണ്ടാളും കൂടി ചെയ്യുമ്പോൾ കിട്ടാറില്ല. ഏട്ടൻ തന്നെയാണ് കുക്ക് ചെയ്യാറ്. ഞാൻ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ, അധികവും ചെയ്യൽ. എന്നാലും ഈ ടൈം എനിക്ക് ഭയങ്കര വാല്യബിളാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കറിയൊക്കെ ആയി. പിന്നെ പിറ്റേന്നത്തേക്കുള്ള കറിയും കൂടി തിളപ്പിച്ച് വെക്കാൻ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫ്രിഡ്ജ് കേടായി കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതേ നിവൃത്തിയുള്ളൂ. അങ്ങനെ അടുപ്പത്തതും തിളപ്പിച്ച് വെച്ചിട്ടാട്ടോ പിന്നെ ഞാൻ പോകുന്നത്. കാരണം കണ്ടില്ല, ഓലക്കണ്ണി ഇങ്ങനെ ഊതി കത്തിക്കണം. എന്നാലും കുഴപ്പമില്ല, ഇടയ്ക്ക് ഇതൊന്നും വലിയ പണിയായിട്ട് തോന്നാറില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഇതൊന്നും ഒരു പണിയാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ അതൊക്കെയായി. പിന്നെ അകത്തേക്ക് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ക്ലീനിങ് ആട്ടോ. അപ്പോഴേക്കും ഏട്ടനൊരു ഓംപ്ലേറ്റ് അടിക്കാമെന്നും പറഞ്ഞാൽ അവിടെ ഫുള്ള് പാത്രം പരത്തിട്ടിരിക്കുന്നു കേട്ടോ. അത് ഫുള്ള് കഴുകി വെച്ച്, ഇല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ആണുങ്ങൾ അടുക്കളയിൽ കയറിയാൽ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അതെല്ലാം ഞാൻ വൃത്തിയാക്കി സെറ്റാക്കി. പിന്നെ ചോറുന്നായിരുന്നു കേട്ടോ. ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ടൊരു ചോറുന്നായിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സമാധാനം കേട്ടോ. എനിക്കാണ് ഇന്നത്തെ കറി എന്താണെന്നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ മൊത്തത്തിൽ കലക്കിയിട്ടാണ് കറി വെക്കാമല്ലോ. പക്ഷേ ഇന്ന് ഞാൻ ചട്ടിയിൽ തന്നെ വറവിട്ട് അതിലെല്ലാം വഴറ്റിയിട്ടൊക്കെ വെച്ചുകൊണ്ടാണ് തോന്നുന്നു കറി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഒരു ഉള്ളി കഷ്ണമുണ്ട്, അത് എനിക്ക് നല്ല ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാൾക്കും ഉള്ളി ഇങ്ങനെ സൈഡിൽ കൂട്ടി തന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ചൂട് കറിയും ചോറൊക്കെ ആയിട്ട് ഞാൻ ഞങ്ങൾ വെട്ടി വിഴുങ്ങുന്നുണ്ട്. കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ഓൾറെഡി മീൻ കൊണ്ടുവരാൻ തന്നെ 9 മണിയായിട്ടുണ്ട്. പിന്നെ അത് കായ് വരുമ്പോഴത്തേക്കും 10-10:30 ആയിട്ടോ കഴിക്കാൻ. നല്ല വിശന്നുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അതൊക്കെ ആർത്തിയിൽ കഴിച്ച് തീർത്ത് ഞങ്ങളങ്ങനെ പോയി കിടന്നെന്ന് പറയാൻ പറ്റില്ല, രാത്രി 1 മണിയാവും കിടക്കാൻ. അങ്ങനെ അതായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരം. ഇനി നാളെ ഗ്യാസ് കിട്ടും എന്നുള്ള ശുഭ പ്രതീക്ഷയിലാട്ടൊന്ന് കിടക്കുന്നത്. ഓക്കെ, ബായ്.